ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് കട്ട തൈര് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതാണ്. കട്ട തൈര് കിട്ടാൻ വേണ്ടി പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്, കുഴച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാല് നല്ലോണം തിളച്ച് വരുന്നവരെ ഇളക്കി കൊടുക്കുക. നല്ലോണം തിളച്ച് വന്നിട്ട് അപ്പം തന്നെ വാങ്ങി വെക്കാണ്ട് ഒരു സിമ്മിലാക്കിയിട്ട് ഒരു 6-7 മിനിറ്റ് അങ്ങനെ കാച്ചി കൊടുക്കുക. ഒരു 6-7 മിനിറ്റ്. അപ്പോൾ അതിലുള്ള വെള്ളം നല്ലോണം വറ്റി കിട്ടും. ഈ പാലിലുള്ള വെള്ളം നമുക്ക് നല്ലോണം വറ്റി കിട്ടും. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഒരു ചെറിയ ചൂടിൽ നമ്മളെ കൈ കൊണ്ട് തൊട്ട് കൊടുക്കാൻ അത് സഹിക്കാൻ പറ്റിയൊരു ചൂടില്ല, പാകം ചൂട്. ആ ചൂട് വരെ തണിയുന്ന വരെ വെക്കുക. കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് തൊട്ടാൽ പാകമുള്ളൊരു ചൂടുണ്ടാവും. ആ ചൂടിൽ പാലിനനുസരിച്ച് ഒരു ലിറ്റർ പാലൊക്കെ ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് തൈര് ഇട്ട് കൊടുക്കുക. നല്ല ഇനി പുളി ഇല്ലാത്തതാണെങ്കിൽ 1 ടീസ്പൂൺ ഒഴിക്കുക. നല്ല പുളി ഉള്ളതാണെങ്കിൽ 1/2 ടീസ്പൂൺ മതി. എന്നിട്ട് വൈകുന്നേരമാണെങ്കിൽ രാവിലേക്കാവും, രാവിലെ ആക്കി വെച്ചാണെങ്കിൽ വൈകുന്നേരത്തേക്കാവും. എന്നിട്ടെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് പാകത്തിന് ഉപയോഗിക്കാം. അധികം പുളിച്ചും പോകില്ല. പാല് കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് പാകാകട്ടെ. ഒരു 6-7 മിനിറ്റ് തിളച്ച് കഴിഞ്ഞിട്ടാണ് സിമ്മിൽ വെച്ചിങ്ങനെ ഇതാക്കി കൊടുക്കേണ്ടത്. ഇപ്പോഴാണ് വെള്ളം വറ്റിട്ട് കഴിയുന്നതും നമ്മളെ വീട്ടിലുള്ള പാലാണെങ്കിൽ എന്ത് പാലായാലും അത് എടുത്തല്ലേ പറ്റും. അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ കഴിയുന്നതും കുറച്ച് ടൈറ്റ് ഇളം പാല് വാങ്ങിക്കുക. അധികം ലൂസ് വെള്ളം പോലത്തെ വാങ്ങാണ്ട് എന്നാലാണ് ഒന്നും കൂടി തൈര് കട്ടയായി കിട്ടുക. അങ്ങനെ ചെയ്താൽ സൂപ്പർ തൈര് കിട്ടും. നമ്മൾ വെച്ച തൈര് ഇതാ റെഡി ആയിട്ടുണ്ട്. 1 സ്പൂണ് വലിയ പുളിയില്ലാത്ത 1 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇത്രയും പാലിലേക്ക് പുളിയില്ലാത്തതിനെ കൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തത്. കട്ട തൈര് റെഡി. കട്ട തൈര് കണ്ടോ? ചെറിയ ചൂടുള്ള പാലിലേക്ക് ഒഴിച്ച് വെച്ച് കൊടുത്താൽ ടീസ്പൂൺ പുളിയുള്ളതാണെങ്കിൽ 1 ലിറ്ററിന് 1 ടീസ്പൂൺ തൈര് അങ്ങനെ ഒഴിച്ച് ഒരു ചെറിയ ചൂട് ഇളക്കി കൊടുത്ത് ഇങ്ങനെ മൂടി വെച്ച് ഒരു 5-8 മണിക്കൂർ വെക്കുന്നത്. പുളി അധികം വേണ്ടവർ കുറച്ച് 8 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയിട്ട് പുളി അധികം വേണ്ടവരാണെങ്കിൽ കുറച്ച് നിങ്ങളെ പാകമുള്ള പുളി വരുന്നവരെ വെക്കുക. അല്ലാത്തവർ ഈ പാകമാകുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിന് ഉപയോഗിക്കാം. സൂപ്പർ തൈര്.